Hello and welcome to Ananta IAS Academy. ഡിസംബർ 15 2025 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്നത്തെയും പോലെ സമയം ഒരുപാട് കളയുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ്, UPSC റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ദിവസത്തെ, അതായത് സാറ്റർഡേയിലെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ന്യൂസസ്. കാരണം നമ്മൾക്കറിയാം, ഒരിക്കലും ഒരു ന്യൂസ് നടക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ന്യൂസ് അല്ല. അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും. അതേപോലെ തന്നെ ആ റിലേറ്റഡ് ആ ഒരു ഫിലോസഫിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് അനാലിസിസ് ഇൻഫ്ലേഷനെ കുറിച്ചും റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ തന്നെ റിലേറ്റഡ് ആയി വരുന്നതാണ് ഈ ദിവസത്തെയും ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഇന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2026 പ്രിലിംസ് എക്സാമിനേഷനിൽ നമ്മൾ എന്തുകൊണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റിക് പ്രിപ്പറേഷനിൽ ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രിപ്പറേഷന് ശേഷം ഒരു കറണ്ട് അഫെയർ വാല്യൂ അഡീഷൻ ആയിട്ട് വേണം നമ്മൾ ഈ വീഡിയോനെ കാണാനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ എന്നും എന്താണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നും എന്താണ് കോർ ഇൻഫ്ലേഷൻ എന്നും നമ്മൾ നോക്കി. അതേപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷനും ഹോൾസെയിൽ ഇൻഫ്ലേഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് RBIയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് എന്തായിരിക്കും? RBIയുടെ അജണ്ട വിൽ ബി ടു മിനിമൈസ് ദി മണി സപ്ലൈ. മണി സപ്ലൈ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും RBIയുടെ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, സോ മണി സപ്ലൈ കുറയ്ക്കണം. ഇക്കോണമിയിലെ മണി സപ്ലൈ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്? RBIയുടെ കീഴിൽ വരുന്ന NPC നമ്മൾ പറഞ്ഞിരുന്നു, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഞായറാഴ്ച നമ്മൾക്ക് വീഡിയോ അനാലിസിസ് ഇല്ല, 13-ാം തീയതിയിലത്തെ വീഡിയോ അനാലിസിസ് കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിരിക്കണം. അത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ വീഡിയോയിലേക്ക് വരേണ്ടത്. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള മണി സപ്ലൈ കുറയ്ക്കുക എന്ന് പറയുന്നതാണ് എന്ത്? MPCയുടെ ഡ്യൂട്ടി ഇൻ ഓർഡർ ടു കൺട്രോൾ ദിസ് മണി സപ്ലൈ. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് മണി സപ്ലൈ കൂടി ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിലോ, ഇൻഫ്ലേഷൻ കുറയുന്ന സിറ്റുവേഷനിൽ മണി സപ്ലൈ കൂട്ടണം. ഓക്കെ, മണി സപ്ലൈ കൂട്ടണം. ഓക്കെ, അപ്പൊ നമുക്കൊരു മിനിറ്റ് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനുശേഷം നിങ്ങളൊന്ന് പോസ് ചെയ്തതിനു ശേഷം ആൻസർ ആലോചിച്ചതിന് ശേഷം മാത്രം പിന്നീട് വീഡിയോ കാണുന്നത് കണ്ടിന്യൂ ചെയ്യുക. എന്റെ ചോദ്യം ഇതാണ്: സപ്പോസ് മണി സപ്ലൈ കുറയ്ക്കണം. മണി സപ്ലൈ കുറയ്ക്കുവാനായിട്ട് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ അതോ കുറയ്ക്കണോ? മണി സപ്ലൈ കുറയ്ക്കുവാനായിട്ട് മണി സപ്ലൈ എന്ത് ചെയ്യണം? നമ്മൾക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന് കുറയ്ക്കണം. അപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? അവർ കൂട്ടുവോ അതോ കുറയ്ക്കുവോ? അതാണ് ചോദ്യം. ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് തിങ്ക്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾക്കറിയാം, മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ഡിഫ്ലേഷണറി കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. റൈറ്റ്, ആ ഡിഫ്ലേഷണറി കണ്ടീഷനെ എന്ത് ചെയ്യണം? നമുക്ക് ടൈപ്പ് ചെയ്ത് അതിന് പകരം എന്ത് ചെയ്യണം? മണി സപ്ലൈ കൂട്ടണം. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ, എക്കോണമിയിൽ എന്തുണ്ടാവും? ഇക്കോണമിയിലെ മണി സപ്ലൈ കൂടും. ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്താവും? ഡിമാൻഡ് കൂടും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. കാരണം എന്തുകൊണ്ടാ? ആളുകളുടെ പർച്ചേസിങ് പവർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ്ജക്ട് വൊക്കാബുലറീസ് നമ്മൾ നോക്കണം എന്നുള്ളത്. അപ്പൊ പർച്ചേസിങ് പവർ എന്താവും? കൂടും. ഓക്കെ, സോ
ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ MPC ടൂൾസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ജസ്റ്റ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് കൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിന്റെ ബ്രോഡർ ആൻഡ് സ്റ്റാറ്റിക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റൂൾസ് ഓഫ് മണി സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂൾസും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂൾസും? കാരണം നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഒരു മണി സപ്ലൈ കുറയ്ക്കുവാനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ടൂൾസ് ആണുള്ളത്. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മണി സപ്ലൈ കൺട്രോൾ, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ കൺട്രോളിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ കൺട്രോളിംഗ്. ക്ലിയർ? സോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കാം? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈയിലെ ഫസ്റ്റത്തത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ. അപ്പോ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താണ്? ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മെഷറബിൾ ടേംസിൽ വരുന്നത്. ഓക്കെ, ഒരു മാക്രോ ലെവൽ മെഷറബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് റേറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് RBI lends long-term fund to commercial banks. Rate at which RBI lends long-term funds to commercial banks എന്നാണ് ബാങ്ക് റേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അതേപോലെ രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്? റിപ്പോ റേറ്റിന്റെ ഫുൾ ഫോം വരുന്നത് റീപർച്ചേസ് എഗ്രിമെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെയിം സാധനം തന്നെ, പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ട്. എങ്ങനെയാണ്? ഷോർട്ട് ടേം ഫണ്ട് ആണ് ലെൻഡ് ചെയ്യുന്നത്. ഇവിടെ ലോങ് ടേം അല്ലേ ബാങ്ക് റേറ്റില്. റിപ്പോ റേറ്റില് ഷോർട്ട് ടേം ഫണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ലെൻഡ് ചെയ്യുന്നു. നമ്മളല്ല, സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലെൻഡ് ചെയ്യുന്നു. അഗെയിൻസ്റ്റ് എന്താണ് അവിടുത്തെ കൊളാട്രൽ എന്ന് പറയുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. GSEC ആണ് അവിടുത്തെ കൊളാട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, GSECനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കൊളാട്രൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് റിപ്പോ. ഇപ്പൊ റിപ്പോ റേറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? ഗവൺമെന്റ് സെക്യൂരിറ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് റീപർച്ചേസ് എഗ്രിമെന്റ്, ഷോർട്ട് ടേം ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് RBI ലെൻഡ് ചെയ്യുന്നതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കഥ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ എക്സസ് ഓഫ് മണി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ മണിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യും? അവരത് റിസർവ് ബാങ്കിൽ പാർക്ക് ചെയ്യും. അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് RBI borrow money from banks. Then comes നമ്മളുടെ റിസർവ് റിക്വയർമെന്റ്സ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? CRR ഉം SLR ഉം. CRR is there, SLR is there. Okay, then നമ്മളുടെ ലാസ്റ്റ് വൺ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒരു സാധനമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. മുമ്പ് ഞാൻ ഇത് പറയാൻ മറന്നുപോയി. എന്താണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള CRR ഉം SLR ഉം? സപ്പോസ് ഒരു 1000 രൂപ ഒരാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ 1000 രൂപ ലോൺ കൊടുത്തതിന് ശേഷം ആ ലോൺ കൊടുക്കുന്നതിൽ നിന്നുമാണല്ലോ ബാങ്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു 10% ഇൻട്രസ്റ്റ് കൊടുക്കും, ലോണിന് ഒരു 2% ചാർജ് ചെയ്യും. അപ്പൊ ഈ മാർജിനിൽ വരുന്ന 2% ആണല്ലോ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ റിസർവ് റിക്വയർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 1000 രൂപ ലോൺ എമൗണ്ട് ആയിട്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ 1000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഈ 1000 രൂപയിൽ നിന്നും certain percentage, സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാണ് 10% CRR ഉം, ഓക്കെ,
10% SLR മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000-ൽ നിന്നും 20% റിസർവ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ RBIക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 800 രൂപ ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, എക്കോണമിയിലേക്ക് പൈസ പമ്പ് ചെയ്യാനായിട്ട്, ലോൺ ആയിട്ട് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ 800 രൂപ എന്ന് പറയുന്ന സംഗതി, റൈറ്റ്, അല്ലെങ്കിൽ ആ 200 രൂപ എന്ന് പറയുന്നത് എന്താണ്, അതാണ് റിസർവ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. CRRും SLRും ഉണ്ട്, വെരി ബേസിക് ഡിഫറൻസ് ആണ് ഇതിന് തമ്മിലുള്ളൂ. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് certain percentage ഓഫ് ദ ഡെപ്പോസിറ്റ് അവർ എന്ത് ചെയ്യണം, RBIയിൽ പാർക്ക് ചെയ്യണം, RBIയിൽ പാർക്ക് ചെയ്യണം ഇൻ ക്യാഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കണം കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ അക്കൗണ്ടിൽ, അതായത് ഓൺ ബാങ്കില്, സ്വന്തം ബാങ്കിൽ തന്നെ, അവരുടെ ബാങ്കിൽ തന്നെ ബാങ്കുകാർ എന്ത് ചെയ്യണം, ഒരു certain percentage GSEC ആയിട്ടോ ഗോൾഡ് ആയിട്ടോ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് CRRും SLRും തമ്മിലുള്ള വ്യത്യാസം. ഈ CRRനും SLRനും എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കിട്ടില്ല. ഓക്കെ, സോ ഇതെല്ലാമാണ് ക്വാണ്ടിറ്റി. ദെൻ നമ്മൾ പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് GSECs, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് GSECs. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇതാണ് ഇക്കോണമി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്കോണമിയിലേക്ക് മണി സപ്ലൈ വരണം, ഇതാ സെൻട്രൽ ബാങ്ക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ മണി സപ്ലൈ കൂട്ടാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ RBI എന്ത് ചെയ്യുന്നു, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, എക്കോണമിയിൽ GSEC ബൈ ചെയ്യുന്നു. എക്കോണമിയിൽ നിന്നും GSEC ബൈ ചെയ്യുമ്പോൾ, RBI GSEC ബൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇക്കോണമിയിലേക്ക് മണി പമ്പ് ചെയ്യും, ദാറ്റ് വിൽ ഇൻക്രീസ് ദി മണി സപ്ലൈ. അതിന്റെ വൈസ് വേഴ്സയാണ് സെല്ല് ചെയ്യുമ്പോൾ, അതായത് RBI ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും മണി RBIയിലേക്ക് പോകും. സോ മണി സപ്ലൈ കുറയും. മനസ്സിലാവാത്തവർ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ന്യൂസ് ആർട്ടിക്കിളിന്റെ ബേസിസിൽ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഇത്രയും ടൂളുകളെയാണ് നമ്മൾ മേജർലി എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് വരുന്നു, നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുന്നു, ദെൻ നമ്മുടെ റിവേഴ്സ് റിപ്പോ, ഇത്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ എല്ലാമാണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദി ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ. ഈ ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മണി സപ്ലൈ എന്താണ് വരുന്നത്, നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾസ്. അതായത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയും പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് ഈ പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറിന് ഇത്രയും കൊടുക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ മാർജിനൽ റിക്വയർമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10% താഴെ ആക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സംഗതികളിലെയാണ് കൂടുതലും എന്ത് വരുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇതിലേക്ക് വരുന്നത്. മോറൽ സുവേഷൻ. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആക്ഷൻ, ഒരു എന്താ പറയാ, ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പരിപാടി അല്ല എന്നുള്ളതാണ് എന്ത്, നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷറബിൾ അല്ലാത്തതാണ് ക്വാളിറ്റേറ്റീവ്. മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ടൂൾസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇതോടുകൂടി ഏകദേശം നമ്മളുടെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടുള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ, അതായത് നമ്മളുടെ സാറ്റർഡേയിലെ 13/12/2025 വീഡിയോയും ഈ ഇന്നത്തെ, അതായത് 15/12/2025 വീഡിയോയുമായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെയും മണി സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കേണ്ട സെക്കൻഡ് ആർട്ടിക്കിൾ ആണ്. സെക്കൻഡ് ആർട്ടിക്കിൾ GS3 അല്ലെങ്കിൽ നമ്മുടെ GS2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ സിലബസിനകത്ത് വരുന്നതാണ്. ദാറ്റ് ഈസ് ഇന്ത്യ ഇത്യോപ്യ ടൈസ്. ഇത്യോപ്യ എന്നുള്ളത് നമ്മുടെ ഒരു മൈത്തിക്കൽ രാജ്യമാണ്. സോ ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഇത്യോപ്യ. ഓക്കെ, യെസ്. ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോർഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഈ പോർഷൻസിനകത്ത് നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കിട്ടുക. എന്തിനു വേണ്ടിയിട്ടുള്ള, GS2ന്റെ IRന്റെ
ആൻസേഴ്സ് എഴുതുമ്പോൾ ഇന്ത്യ ബൈലാറ്ററൽ റിലേഷൻസ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്ലോബൽ സൗത്തിന്റെ ഡീലിങ്സ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ഇന്ത്യ ആഫ്രിക്ക ചോദിക്കുമ്പോഴോ ഇത്യോപ്യ ടൈസ് ചോദിക്കുമോ എന്നുള്ളത് എനിക്ക് എത്രത്തോളം ഒരു ക്ലാരിറ്റി, എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതായത് ഇന്ത്യ എന്തായാലും ഇന്ത്യ ഇത്യോപ്യ റിലേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ആഫ്രിക്കൻ യൂണിയൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആഫ്രിക്കൻ യൂണിയൻ ആയിട്ടുള്ള റിലേഷൻസ്, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതൽ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇന്ത്യ ആഫ്രിക്ക റിലേഷൻസ്, ബൈലാറ്ററൽ റിലേഷൻസ്, ലൈക്ക് ഇറ്റ് ഷുഡ് കവർ എവറിത്തിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എവറിത്തിങ് ഷുഡ് ബി ദർ. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ ആഫ്രിക്ക മുമ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇന്ത്യ ഇത്യോപ്യ ഇതിനകത്ത് മേജർലി പറഞ്ഞിരിക്കുന്ന വൺ സെക്കൻഡ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ഇത്യോപ്യ റിലേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യ ആഫ്രിക്ക റിലേഷൻസ്, അതിന്റെ താഴെ ഒരു സബ് ഹെഡിങ്ങിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു തീമാണ് ഇന്ത്യ ഇത്യോപ്യ എന്ന് പറയുന്നത് കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് തിങ്, ഇത്യോപ്യ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് അറൌണ്ട് 109 million, okay, as one of Africa's faster growing economy is growing strategic and economic interest to major partners including India. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇന്ത്യ ആഫ്രിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്യോപ്യ ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ അത്ര നല്ലതെന്നൊന്നും പറയില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജോഗ്രഫിക്കൽ പൊസിഷനിനകത്ത് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, അതായത് നമ്മുടെ ഹോൺ ഓഫ് ആഫ്രിക്ക, നമ്മളിങ്ങനെ ആഫ്രിക്ക വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ഇത്യോപ്യ വരുന്നത്. അപ്പൊ ഈ ഹോൺ ഇവിടെ ശരിക്കും കോസ്റ്റൽ റീജിയൻ ഇല്ല, പക്ഷേ ഹോൺ ഓഫ് ആഫ്രിക്കയിലാണ് ഇതിന്റെ പ്രസൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ഈ പറഞ്ഞിട്ടുള്ള ആ വേർഡുകൾ യൂസ് ചെയ്യുക. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, സ്ട്രാറ്റജിക് ജിയോഗ്രഫിക് ഇമ്പോർട്ടൻസ് എന്ന് വേണമെങ്കിലൊക്കെ നല്ല നല്ല ടേമുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ യൂണിയൻ ഒരു ബൈലാറ്ററൽ, ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ IR-ന്റെ ഒക്കെ ആൻസർ എഴുതുമ്പോൾ ഒരു ടെംപ്ലേറ്റ് രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. മേ ബി അതൊരു ഡേറ്റാ ബേസോ അല്ലെങ്കിൽ ഒരു കോട്ട് യൂസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു റീസെന്റ് ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ റീസെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ദ മീറ്റിംഗ് ബിറ്റ്വീൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഇത്യോപ്യൻ പ്രൈം മിനിസ്റ്റർ അബിയ് അഹമ്മദ് അലി അറ്റ് ജോഹാൻസ്ബർഗ് ഡ്യൂറിംഗ് ദ G20 സമ്മിറ്റ് ഹാസ് കാറ്റലൈസ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇത്യോപ്യ അഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ക്ലിയർ? ദെൻ നമുക്ക് എപ്പോഴും IR-നകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇക്കണോമിക്കൽ. നമുക്ക് ഇതുമായിട്ട് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വൈഡർ ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻവോൾവ് ആവാനായിട്ടുള്ള ഒരു പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്യോപ്യക്ക് വേണ്ടിയിട്ട്. അതായത് ഇത്യോപ്യയുടെ ഒരു കാറ്റലിസ്റ്റ്, അതായത് അവർക്ക് ആകെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇന്ത്യയാണ് ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇത്യോപ്യക്ക് ഓഫർ ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ നമുക്ക് പറയാം പ്രൈവറ്റ് എൻറ്റിറ്റീസ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം 4 ബില്യൺ ഡോളറിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഡയസ്പോറ അവിടെ നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടുഡേ ദ മോസ്റ്റ് പ്രോമിസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലൈ ഇൻ ദ മൈനിങ്, എസ്പെഷ്യലി ഗോൾഡ്, ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് എലമെന്റ്സ്. ഇതൊക്കെ നമുക്കറിയാം ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ് എപ്പോഴും എന്താണ്, വളരെ റിച്ച് ഇൻ മിനറൽസ് ആണ്. ദേ ആർ വെരി റിച്ച് ഇൻ മിനറൽസ്. ഓക്കെ, അപ്പോൾ ആ മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമുക്കൊരു എൻട്രിക്ക് വേണ്ടിയിട്ടും ഈ ഇത്യോപ്യൻ ഒരു റൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കീ വേർഡുകളാണ്, ഒരു മിനറൽ ട്രേഡ്. അപ്പൊ അതേപോലെയുള്ള സംഗതികളെല്ലാം നിങ്ങൾക്ക് എഴുതാം. ദെൻ നമ്മൾ നോക്കുകയാണ് എക്കണോമിക്കൽ ആംഗിൾ സംസാരിച്ചു. ദെൻ നമ്മൾ നോക്കുകയാണ് നമ്മുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ സൗത്ത് കോപ്പറേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കോണമീസിന്റെ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അത്രയധികം ഡെവലപ്ഡ് അല്ലാത്ത ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ്സിനെ എല്ലാം പുറത്തിറക്കിക്കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യ ഈസ് ദി വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഈ ആഫ്രിക്കൻ ഇന്ത്യൻ റിലേഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ ഇതൊരു പർട്ടിക്കുലർലി ഞാൻ ഈ പറയുന്നത് ഒരു ഗ്ലോബൽ ഒരു ഇത്യോപ്യ എന്നുള്ള പെർസ്പെക്റ്റീവിനേക്കാൾ കൂടുതൽ ഉപരി ഇന്ത്യ ആഫ്രിക്കൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് സൗത്ത് സൗത്ത് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡറാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ അഡീഷൻസ് നമുക്ക് എടുക്കണം. അപ്പോൾ അതായത് നമ്മൾ റീസെന്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് റീസെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്സ് ഉണ്ടല്ലോ. അപ്പൊ ബ്രിക്സിനകത്ത് റീസെന്റ് ഇത്യോപ്യ മെമ്പറാണ്. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസ് ഫാക്ട് ആയിട്ട് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മിലിറ്ററി റിലേഷൻസ്. നമ്മൾ ട്രേഡിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു, ദെൻ കംസ് ദി മിലിറ്ററി. അപ്പൊ മിലിറ്ററി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്യോപ്യ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഫോറിൻ കൺട്രീസ് ടു റിസീവ് ഇന്ത്യൻ മിലിറ്ററി അസിസ്റ്റൻസ് ബിഗിനിങ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹറാർ മിലിറ്ററി അക്കാഡമി ഇൻ 1958. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ MOU ബിറ്റ്വീൻ ഡിഫൻസ് കോർപ്പറേഷൻ ആൻഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ജോയിന്റ് ഡിഫൻസ് കൗൺസിൽ കമ്മിറ്റി, അവർ തമ്മിലുള്ള മീറ്റിംഗ്സ് റീസെന്റ് നടന്നിരുന്നു. അപ്പോൾ ഈ ഡിഫൻസ് ആയിട്ടുള്ള റിലേഷൻസ് ഇപ്പൊ നമ്മൾ നോക്കുന്നുണ്ടാണ്. നമ്മളിപ്പോൾ നമ്മളുടെ HAL പോലുള്ള ഓർഗനൈസേഷൻസും DRDOയും എല്ലാം ഒരുപാട് കൊമേഴ്ഷ്യൽ, അതായത് അവരുടെ ഇപ്പൊ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡിങ് എയർ വെപ്പൺ, ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ്സ് ആയിക്കോട്ടെ, ക്രൂയിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ എക്യുപ്മെന്റ്സിന് മാർക്കറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്യോപ്യ പോലുള്ള മാർക്കറ്റ്സ് വളരെ നല്ലതാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള മിലിറ്ററി വെപ്പൺസും എക്യുപ്മെന്റ്സും കിട്ടുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അനദർ തിങ്, അപ്പൊ നമുക്ക് അത് മിലിറ്ററി ടൈപ്പ് പറഞ്ഞു. ദെൻ നമുക്കൊരു കീവേഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഹാർഡ് പവറിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി സോഫ്റ്റ് പവറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള എത്യോപ്യൻ സ്റ്റുഡൻസിന്റെ വൺ ഓഫ് ദി മേജർ സ്റ്റഡി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എബ്രോഡ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ നമ്മളുടെ അപ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇത്യോപ്യ സെൻസ് വൺ ഓഫ് ദി ഹൈസ്റ്റ് നമ്പർ ഓഫ് ആഫ്രിക്കൻ സ്റ്റുഡൻസ് ടു ഇന്ത്യ. ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ സ്റ്റുഡൻസിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഇത്യോപ്യ ആണെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സോഫ്റ്റ് പവർ ഇന്ത്യ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ സ്റ്റഡി ഈ പറഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇന്ത്യയെ മാറ്റുക, അതേപോലെ തന്നെ നമ്മളുടെ നോളജ് ഇക്കോണമി എന്നൊക്കെ പറയുന്ന സംഗതികളിലേക്കൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഗതിയാണത്. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു വൈഡർ ആംഗിളിൽ ഞാൻ പറയുമ്പോഴത്തേക്കും ഇന്ത്യ ആഫ്രിക്കൻ റിലേഷൻസ് ആണ് എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ആഫ്രിക്കൻ റിലേഷൻഷിപ്പ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, നമുക്കൊരു ഹിസ്റ്ററിക്കൽ ആംഗിൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഏൻഷ്യൻ ലിങ്കേജിലേക്ക് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ ഹിസ്റ്ററി നമുക്കുണ്ട്. ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷെയർഡ് കൊളോണിയൽ ഹിസ്റ്ററി. കാരണം എന്താണ്, നമ്മളും ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, അവരും ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, മോർ ഓഫ് ആഫ്രിക്ക. ഓക്കെ, ദെൻ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സെറ്റപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ അലൈൻ മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനകത്തൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആഫ്രിക്കയുടെ സപ്പോർട്ട് വളരെ കൂടുതലായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ ഒരു ഹിസ്റ്ററിക്കലി ദെൻ പൊളിറ്റിക്കലി നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലോബൽ വിഷൻസ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഇന്ത്യയും ആഫ്രിക്കയും ഒക്കെ ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ആസ് ദ ലീഡർ ഓഫ് എന്താണ് നമ്മുടെ ഗ്ലോബൽ സൗത്ത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു മെമ്പറാണ് നമ്മളുടെ ആഫ്രിക്കൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇക്കണോമിക്കലി ഈ പറഞ്ഞ പോലെ ആഫ്രിക്ക ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മിനറൽ റിച്ച് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോങ്കോയിൽ നടക്കുന്ന ഇഷ്യൂസ്, സുഡാനിൽ നടക്കുന്ന ഇഷ്യൂസ്, ഇതെല്ലാം ഒരു ബ്ലഡ് മിനറൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ബ്ലാക്ക് മാർക്കറ്റിലേക്ക് മിനറൽസിനെ എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനകത്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഇത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ തൊട്ടു മുമ്പിൽ ന്യൂസിൽ പറഞ്ഞതുപോലെ ഇത്യോപ്യ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ ഫാർമ കമ്പനീസിനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നതിനകത്ത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നോക്കുമ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ആഫ്രിക്കൻ സ്റ്റുഡൻസിന്റെ ഒരു മേജർ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇത്യോപ്യയാണ് ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് പഠിക്കാനായിട്ട്. ദെൻ നമ്മുടെ ഡിഫൻസ് കോപ്പറേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഡിഫൻസ് കോപ്പറേഷൻസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നു, ഇന്ത്യൻ ഓഷ്യൻ റീജിയനെ കുറിച്ച് സംസാരിച്ചു, അവിടെ നടക്കുന്ന ആന്റി പൈറസി പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ജോയിന്റ് ട്രെയിനിങ്ങുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ ടേമുകളൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിൽ വരണം, ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ദെൻ ഈ ആഫ്രിക്കയിൽ നടക്കുന്ന ഒരുപാട് മിലിറ്ററി കൂപ്പുകളും അതേപോലെ തന്നെ പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ട്. മിലിറ്ററി കൂപ്പുകൾക്കെതിരെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആഫ്രിക്കയിലുള്ള ഒരുപാട് പീസ് കീപ്പിംഗ് മിഷൻസ്, UN പീസ് കീപ്പിംഗ് മിഷൻസിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ട്രൂപ്പുകളെ സംഭാവന ചെയ്യുന്നതും ഇന്ത്യയാണ്. ഓക്കെ, ദെൻ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഡയസ്പോറിക് ലിങ്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോക്കൂ, ഡയസ്പോറിക്കലി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറയാണ് ഈസ്റ്റേൺ ആൻഡ് സദേൺ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതലുള്ളത്. ഈസ്റ്റേൺ ആൻഡ് സദേൺ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ ഡയസ്പോറയാണ് ആസ് കമ്പയർഡ് ടു അതർ നേഷൻസ്. ദെൻ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു കോണ്ടിനെൻസിൽ ഒന്നാണ് ആഫ്രിക്ക. അതേപോലെ തന്നെ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ നമീബിയ ചീറ്റകളെയൊക്കെ കൊണ്ടുവന്നതെല്ലാം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ആഫ്രിക്ക. അപ്പോൾ എനിക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടേമുകളെല്ലാം നിങ്ങളുടെ ആൻസറിൽ വൃത്തിയായിട്ട് തന്നെ കാണണം, ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണണം. എന്നാലാണ് നമുക്ക് നല്ല മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ IRന്റെ ആൻസേഴ്സിനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ആൻസർ ഒട്ടും ടെക്നിക്കലായിട്ട് സൗണ്ട് ചെയ്യില്ല. IR ആൻസേഴ്സ് എപ്പോഴും കുറച്ച് ടെക്നിക്കലായിട്ട് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ PSIR ഓപ്ഷണൽസിനകത്തുള്ള ആളുകളൊക്കെ ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മേജർ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് IR ആണ്. സോ അവരിതിനകത്തുള്ള അവരുടെ ഫോൾഡർ വളരെ കൂടുതലായിരിക്കും. അവർക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് വാല്യൂ അഡീഷൻസും ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടേതും നമുക്കും അതേപോലെ ആ ഒരു റേഞ്ചിൽ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു പക്ഷേ ഒരു മാർജിനൽ ഡിസഡ്വാൻറ്റേജിലേക്ക് നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്തിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരുപാട് വൈകിപ്പിക്കുന്നില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ്, മീഥേൻ എമിഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ ഡെഫിനറ്റ്ലി വായിച്ചിരിക്കണം, വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. ഈ പറഞ്ഞിട്ടുള്ള ടെക്നോളജി എയ്ഡിങ് ദി ക്ലൈമറ്റ് ചേഞ്ച് ഇനീഷ്യേറ്റീവ്സ്, അല്ലെങ്കിൽ സീറോ കാർബൺ എമിഷൻ ഇനീഷ്യേറ്റീവ്സ്, അതിനകത്തൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഓക്കെ, നമ്മളധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ മീഥേൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ഈ പറഞ്ഞ ഒരു ഫിലിംസ് ട്രിവിയ അല്ലെങ്കിൽ ഒരു ഫാക്ച്വലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മീഥേൻ എന്ന് പറയുന്നത് ഒരു വളരെയധികം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് ഫ്യൂവലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്, ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡിനെക്കാട്ടിലും 84 ടൈംസ് എന്താണ് പോട്ടൻ്റ് ആണ്. അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ 84 ടൈംസ് പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് മീഥേൻ എന്ന് പറയുന്നത്. ഓക്കെ, മീഥേൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു എന്താ പറയുക, അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 20 years ആണ്. ഷെൽഫ് ലൈഫ് അല്ല, അത് ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുക ഏകദേശം 20 year ആണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡേഞ്ചർ അല്ലാത്തത് ആസ് കമ്പയർഡ് ടു കാർബൺ ഡയോക്സൈഡ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 80 years ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ 20 year കൊണ്ട്, ഈ 80 year കൊണ്ട് ഈ കാർബൺ ഡയോക്സൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ പ്രോബ്ലംസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 20 year ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷെ നമുക്കൊരു പ്രോപ്പർ മോണിറ്ററിങ് മെക്കാനിസം ഇല്ല. എന്തുകൊണ്ട് പ്രോപ്പർ മോണിറ്ററിങ് മെക്കാനിസം ഇല്ലെങ്കിലും, അതേപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരുപാട് ഈ മീഥേൻ കൺട്രോൾ ഈ പറഞ്ഞിട്ടുള്ള പരിപാടികൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നില്ല. അതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൈസ് കൾട്ടിവേഷൻ, ഫാമിംഗ് ആക്ടിവിറ്റീസ്, ഈ പറഞ്ഞിട്ടുള്ള അനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള സംഗതികളിൽ നിന്നുമാണ് കൂടുതലും മീഥേൻ എമിഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് മീഥേൻ എമിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ഏകദേശം 41% ആളുകൾ എൻഗേജ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ അവരിലേക്ക് നമ്മൾ മീഥേൻ എമിഷൻ കട്ടിങ് ആക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവർക്ക് പ്രോപ്പറായിട്ട് അഗ്രികൾച്ചർ ഏണിങ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ GDP-നെയും ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അതേ എംപ്ലോയ്മെന്റ് റേറ്റിനെയും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിനെ വരെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഉള്ളത് കൊണ്ട് ഇന്ത്യ അങ്ങനെ അധികം മീഥേൻ റിലേറ്റഡ് ആയിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ ഈ മീഥേൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസോ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസോ ഇന്ത്യ സൈൻ ചെയ്യാറില്ല. ഇതൊരു എന്താ പറയുക, ഒരു ലോജിക്കൽ വേ ഓഫ് എലിമിനേറ്റിംഗ് നമ്മുടെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ടെക്നിക്കിന് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം മീഥേൻ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഇന്ത്യ റാറ്റിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഓഫ് ദ ടൈം അത് തെറ്റായിരിക്കും.
ഓക്കെ, യെസ്. ദെൻ ഇതൊരു ഫാക്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനോ നമ്മുടെ മീഡിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് അറൌണ്ട് 15% ഓഫ് ഇന്ത്യസ് മീഡിയൻ എമിഷൻ സ്റ്റെംസ് ഫ്രം ദ വേസ്റ്റ് സെക്ടർ. വേസ്റ്റിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സ്റ്റെം വരുന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള മീഡിയൻ വരുന്നത്. അപ്പോൾ ഇൻക്ലൂഡിങ് ലാൻഡ്സേഴ്സ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ വേസ്റ്റ് ഈസ് എവ്രിവെയർ, റൈറ്റ്? നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാ മേജർ സിറ്റീസിന്റെ സൈഡിലും വളരെയധികമായിട്ടുള്ള ലാൻഡ് ഫിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല? അതിനെ പ്രോപ്പർലി മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എത്രത്തോളം ഇതിനകത്ത് നിന്ന് മീഥേൻ എമിഷൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് തന്നെ എന്താണ്? ഡേറ്റ കിട്ടിയാലല്ലേ? ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ. ഈ ഡേറ്റ കിട്ടിയാലാണ് നമുക്ക് എത്രത്തോളം എമിഷൻ ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഈ ഡേറ്റ ഇല്ല. എത്ര മീഥേൻ എമിഷൻ വരുന്നുണ്ട്, എവിടെ നിന്ന് വരുന്നുണ്ട്, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കട്ടെ, അത് സെക്കൻഡ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താ? നമുക്ക് ആക്യുറേറ്റ്ലി മനസ്സിലാക്കണം എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്രത്തോളം ഈ പറഞ്ഞിട്ടുള്ള എമിഷൻസ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനൊരു കൗണ്ടറായിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്താ? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ടെക്നോളജിക്കൽ ആക്സസ് കുറവാണ് ആസ് കമ്പയർ ടു അതർ നേഷൻസ്. ഇപ്പൊ കാര്യം നമ്മൾ റീസെന്റ് ഇസ്രോയുടെ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കി. അത് NGT മീൻസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ അതിന്റെ ബേസിസിൽ ത്രെഷോൾഡ് ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്തും കുറച്ച് എന്തുണ്ട്? ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്. കാരണം നമുക്ക് ഡേറ്റ റിലയബിലിറ്റി പ്രശ്നമാണ്. ഡാറ്റ റിലയബിലിറ്റി ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അതേപോലത്തെ ആ വക കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ വേസ്റ്റ് സെഗ്രിഗേഷൻ. ഇപ്പോൾ വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മീഥേൻ എമിഷൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ വേസ്റ്റ് സെഗ്രിഗേഷനകത്ത് ഒരു പ്രശ്നമുണ്ട്. വേസ്റ്റ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് പറഞ്ഞിട്ടുള്ള ലാൻഡ് ഫീൽസിലേക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അർബൻ ലോക്കൽ ബോഡീസിൽ നിന്നുമാണ് നമ്മൾ കൂടുതൽ, അർബൻ ഏരിയാസിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് കിട്ടുന്നത്. ഈ അർബൻ ലോക്കൽ ബോഡീസും നമ്മുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഈ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കയ്യിലാണ് റിസോഴ്സസ് ഉള്ളൂ ഈ മീഥേൻ എമിഷൻ എത്ര ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട്. അത് ആരുടെ കയ്യിലില്ല? ഈ അർബൻ പൊല്യൂഷൻ ബോർഡിന്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ആർട്ടിക്കിൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഈ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ്, ഇപ്പോൾ കാർബൺ മാപ്പർ ടാങ്കർ ആൻഡ് ദ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നെതർലാൻഡ്സ്, അപ്പോൾ ഇതേപോലെയുള്ള പേരുകൾ എടുക്കുക. പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റ് നമ്മളുടെ ഈ പറഞ്ഞ സ്വച്ഛത എൻഷുർ ചെയ്യുക എന്നുള്ളൊരു ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കീം അല്ലേ. അപ്പോൾ ആ സ്വച്ഛ് ഭാരത് ഇനീഷ്യേറ്റീവ്സ് ഇതിനകത്ത് സക്സസ്ഫുൾ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഐ ബിലീവ് ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പ്രിപ്പറേഷന്റെ വെറും 10% മാത്രമായിരിക്കണം കറണ്ട് അഫെയർ എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുന്നത്. ബാക്കി 90% സ്റ്റാറ്റിക് സബ്ജക്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, സോ എനിവേ നമ്മളുടെ ജാനുവരി മുതൽ പുതിയ ബാച്ച് അനന്ത IAS അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു സീറ്റ് നിങ്ങൾ എൻഷുർ ചെയ്യുക. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സീറ്റ്സ് എല്ലാം ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. Okay, so yes, all the best for your exam. All right, thank you.